Hi friends, I am Ajaz Sainuddin. Welcome back to my channel Dream Traveler. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയായി ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ യൂസർ റിവ്യൂ ആണ്. ബൊലോറോ 2022 പിക്കപ്പിന്റെ യൂസർ റിവ്യൂ ആണ്. ഒരു 12,000 കിലോമീറ്റർ ഓടിയ യൂസർ റിവ്യൂ ആണ്. അപ്പൊ അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഈ ഓണർ ഈ വണ്ടിയുടെ നമ്മുടെ ഈ സുഹൃത്താണ്. നമുക്ക് സുഹൃത്തിനോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരമുണ്ട്. പേരെന്തുവായിരുന്നു? ഷംനാദ്. എന്റെ പേര് ഷംനാദ് ഷാജഹാൻ. ഷാജഹാൻ. യെസ്. അപ്പൊ എന്തുവായിരുന്നു ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ഗൾഫിലായിരുന്നു. ഇപ്പം എന്റെ വാപ്പ യൂസ് ചെയ്യുന്ന വണ്ടിയായിരുന്നു. ഏതാണ് ഇപ്പൊ എടുത്തിട്ട് ഒരു 6 മാസമായിരുന്നു. 6 മാസം. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞു? 12,000 സംതിങ് ആയിട്ടുണ്ട്. 13 നമുക്ക് കൂട്ടാം. 13 കൂട്ടാം. അതെ. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. എന്താ പറഞ്ഞുതരാമല്ലോ. ഇതിപ്പോ ഏതാ മോഡൽ വരുന്നത്? ഇത് മോഡൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2022 6 മാസം 14 തീയതിയുള്ള വണ്ടിയാണ്. ഇത് ഏതാ 4x4 ആണോ? അല്ല, ഇത് 4x4 അല്ല. അതിന്റെ താഴെപ്പോട്ട് വരുന്ന മോഡലാണ്. ഇത് 4x4 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 4x എന്ന് പറയുമ്പോ 50,000 രൂപയുടെ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഇതില് അത്യാവശ്യം വലിയ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ചെറിയ പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 1 ലക്ഷം രൂപ താഴെ അകത്തോട്ട് വരുന്നുള്ളൂ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മോഡലിലെ ഏകദേശം നമ്മളിപ്പോ ഒരു പുതിയൊരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന മഹേന്ദ്രയുടെ എംബ്ലം ഉണ്ടല്ലോ, ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് 6 മാസം ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ഈ എംബ്ലംസിൽ തന്നെ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്രണ്ടൊക്കെ ആകുമ്പോൾ പഴയ മോഡൽ വണ്ടിയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ബോണ്ടിനോട് വരുമ്പോഴത്തേന് കടക്കുവാണെങ്കിൽ സാധാ പിക്കപ്പ് ആണെങ്കിൽ നല്ല വലുപ്പമുണ്ട്. ഇവിടെ നമ്മളിപ്പോ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ 2022 മോഡൽ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ ബോണറ്റ് കമ്മിയാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ആക്കിയതിന് ശേഷം നമ്മുടെ ബാക്കിലോട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം. നീളം കൂട്ടിയിട്ടുണ്ട്. നീളം നല്ല അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇത് എത്ര ടണ്ണാണ് വരുന്നത്? ഇത് ടണ്ണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 1700 ടണ്ണാണ് വരുന്നത്. അതെ. ഫുൾ സെൻസർ വണ്ടിയാണ്. ഫുൾ സെൻസർ ആണ്. ഫുള്ളായിട്ട് വണ്ടി ഇപ്പൊ നമ്മൾ റിവേഴ്സിൽ പോവാണ്. ഫുൾ സെൻസർ ആണ്. യെസ്. കമ്പനി വെച്ചിരിക്കുന്ന വണ്ടി മോഡലാണ്. കമ്പനി തന്നെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തിയിട്ടൊന്നുമില്ല. ഇപ്പൊ കമ്പനി എങ്ങനെ വണ്ടി ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലുള്ള ഒരു ഷേപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. വണ്ടി ഇപ്പൊ കമ്പനിയിൽ എങ്ങനെ വരുന്നു അതേ സിറ്റുവേഷനിലാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് എത്ര ഓൺ ദ റോഡ് എന്ന് പറയാൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതെന്ന് വെച്ചാല് 8 ലക്ഷത്തിന് സംതിങ് തുടങ്ങുന്നുണ്ട്. ചെറിയ വണ്ടിക്ക് തുടങ്ങുന്നത്, ചെറിയ പിക്കപ്പിന് സ്റ്റാർട്ടിങ്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ബേസിക്കലി ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 9.5 ലക്ഷം രൂപ അടുപ്പിച്ചിട്ട് ഓൺ ദ റോഡ്. ഇതിപ്പോ റെഡി പേയ്മെന്റ് ആണോ സി സി ആണോ? ഇത് സി സി ആണ്. ഞങ്ങള് ഒരു 1,80,000 നമ്മൾ കൊടുത്തിട്ട് എടുത്തതാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ എടുത്തതാണ്. ഇതിപ്പോ ഏകദേശം ഒരു 6-7 വർഷത്തെ അടവ് ഉണ്ടാവും. ഒരു മാസം വന്നിട്ട് എത്ര അടവ് വരും? ഒരു മാസം എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം കണക്ക് വരുവാണെങ്കിൽ 15,700 രൂപ ഇത് മാസം പേയ്മെന്റ് വരും. EMI വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വണ്ടി എടുക്കുന്നതാണോ നല്ലത് ഫ്രണ്ട് ലോഡ് 4x4 വണ്ടി എടുക്കുന്നതാണോ നല്ലത്? ബേസിക്കലി നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ കൂടുതലും അനുയോജ്യമായിട്ടുള്ളതെങ്കിൽ 4x2 ആണ് ബെറ്റർ. കാരണം നമ്മൾ ഏത് ഒരു ഹൈ റേഞ്ചിൽ പോയാൽ തന്നെ നമുക്കിപ്പോ ലോഡ് വലിഞ്ഞ് ഇത് കേരളത്തിൽ നിന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കൂടുതലും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4x4 വണ്ടിയാണ് എടുക്കുന്നത് ബെറ്റർ. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാമോ? ഇന്റീരിയർ അതെന്താണ് നമുക്ക് കാണിച്ചു തരാമല്ലോ. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ സിമ്പിൾ ആയിട്ടാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ബേസിക്കലി നോക്കുന്ന എല്ലാം പിക്കപ്പിന്റെ ഒരേ സെയിം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി 2 പേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ അടിപൊളിയാണ്. ഓക്കെ കാണിക്കാമല്ലോ. അതെ കാണിച്ചു തരാം. നല്ല കുഷ്യനൊക്കെ അടിപൊളിയാണ്. ബെറ്റർ ആണ്. നമുക്ക് ഇവിടെ ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാം. അതെ. സ്പേസ് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കാം. ബെഡ്റൂം എങ്ങനെ?
അത് നല്ല സോഫ്റ്റ് ആണ്. കാര്യം നമ്മള് ഹെഡ് സ്പേസ് വെച്ച് നോക്കുവാണെങ്കിൽ വിഷയങ്ങൾ തട്ടകത്ത് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സുഖമായിട്ട് യാത്ര ചെയ്യും. ഡ്രൈവറെ അടക്കമാണെങ്കിൽ 3 പേർക്ക് അടിപൊളിയായിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യും. എത്ര ഗിയർ ആണ് വണ്ടി? ഇത് 5 ഗിയർ വണ്ടിയാണ്. 6 ഗിയർ വരുന്നുണ്ട്. അതെ അതെ. ഇത് കമ്പനി എടുക്കുമ്പോഴേ ഇങ്ങനെയാണ്. അതെ, ഇത് കമ്പനി ഇപ്പൊ ഇരിക്കുന്ന കമ്പനി ഷോറൂമിന് എങ്ങനെ വണ്ടി നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്നത് അതേ സെറ്റപ്പ് ഇരിക്കുകയാണ്. അപ്പൊ എടുത്തിട്ട് ഇപ്പൊ 6 മാസമായി. നമ്മൾ ഇന്ത്യയിലൊക്കെ ചെറിയൊരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് താൽക്കാലികം കമ്പനി എങ്ങനെ ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ബേസിക്കലി നോക്കുവാണെങ്കിൽ കമ്പനി സെറ്റൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയാ, സ്റ്റിയറിംഗ് സെക്കൻഡ് തേർഡ് ഗിയറിൽ കാല് കൊടുക്കാതെ തന്നെ വണ്ടി കയറി സുഖമായിട്ട് ലോഡും ബേസി വെച്ചാണെങ്കിൽ നമ്മൾ കയറ്റമൊക്കെ സിമ്പിൾ ആയിട്ട് തേർഡിലായാലും നടന്നു കയറിപ്പോകും. നമ്മളെ വണ്ടി സുഖമായിട്ട് കയറിപ്പോകും, അടിപൊളിയായിട്ട് കയറിപ്പോകും. അതെ അതെ. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെൻസർ വണ്ടി ഫുള്ള് സെൻസർ ആണ്. ഇപ്പൊ റിവേഴ്സ് ആയാലും പോലും വണ്ടി ഫുള്ള് സെൻസർ ആണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുമ്പോഴെങ്ങാണ്ടോ പറഞ്ഞില്ലായിരുന്നു പോലീസിന്റെ? അതെ അതെ. ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് അത് ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോകണം. അതെ അതെ. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പരിസരത്ത് അറിയാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വണ്ടിക്കകത്ത് ഓൾറെഡി കമ്പനി ആയിട്ട് കണക്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ സ്റ്റിയറിംഗിന്റെ താഴെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ചുവന്ന സൈഡ് ടൈപ്പിലൊരു സ്വിച്ച് ഉണ്ട്. എന്തെങ്കിലും നമുക്കൊരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പൊ ഓരോ അടുത്തുള്ള RDOയിൽ റിപ്പോർട്ട് പോകും, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് പോകും. അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് സ്പീഡോ മീറ്റർ ഘടിപ്പിച്ചിട്ടുള്ള വാഹനമാണ്. 70-80 കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെൻസർ ഇപ്പൊ നമ്മളിപ്പോ ഓവർടേക്ക് ഒരു 80 കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൗണ്ട് വരും, കൂക്കുന്ന ഒരു സൗണ്ട് സ്ലോവായിട്ട് വരും. അത് കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ RDOയിൽ റിപ്പോർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പെറ്റിയും കിട്ടും. പെറ്റിയും തുറന്നു കാണിക്കാം. അതിനെന്താണല്ലോ കാണിക്കാമല്ലോ. അതെ അതെ അതെ. ഫ്രണ്ട് ചെറുതല്ലേ? അതെ അതെ. ബേസിക്കലി ഇപ്പൊ നമ്മള് പഴയ പിക്കപ്പ് ഞങ്ങൾ എഞ്ചിൻ കമ്മിയാക്കിയിട്ടുണ്ട്. എഞ്ചിൻ കമ്മിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം സെറ്റപ്പ് തന്നെ. എഞ്ചിനൊക്കെ കുറച്ച് കമ്മിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നീറ്റ് ആയിരുന്നു പറഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വാഹനത്തിൽ പഴയ പിക്കപ്പുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വാഹനം വാഷ് ചെയ്യുമ്പോഴത്തേനൊക്കെ നമ്മൾ ബോണറ്റിന് തുറന്നിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ. ഇതിനകത്ത് അങ്ങനെ പറ്റില്ല. സെൻസറാണ്, ഫുൾ സെൻസറാണ്. അതേപോലെ ചെയ്യാൻ പാടില്ല, തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. അത് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. അതെ അതെ. ഇപ്പൊ ഒരു വാഹനം എടുക്കുന്നതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്റെ പാപ്പാണ് ഇതിനകത്ത് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇപ്പൊ ഇതിനകത്ത് സെൻസർ വണ്ടി ആയതുകൊണ്ട് മാക്സിമം അകത്തോട്ട് വാട്ടർ ഒഴിക്കാതിരിക്കുക അതിനകത്തോട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഇതിനകത്തുണ്ട് വൈപ്പറിന്റെ ആയാലും ഗിയർ ഓയിൽ ആയാലും എല്ലാം ഓയിൽ സിസ്റ്റവും എല്ലാം വാട്ടർ എല്ലാം ഓൾറെഡി സെറ്റാണ്. ഇതിനകത്ത് നമ്മളൊന്നും വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല, അവിടെ ഒഴിക്കാൻ പാടില്ല. നമ്മൾ പണ്ടത്തെ പിക്കപ്പ് പോലെ അത് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഫുൾ സെൻസർ ആണ്. പിന്നെ കമ്പനി നാളെ വന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത്. ഇത് യെസ് ഹാലജനാണ്. ഇതിപ്പോ പുതിയ ബൊളോറോ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ യെസ് യു കട്ട് വരുന്നുണ്ട്. അതെ അതെ. പിന്നെ ഇതിന്റെ പുതിയ മോഡൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. AC ഉള്ള AC വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോ നോൺ AC ആണ്, പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്, നോൺ AC ആണ്. ഇത് ഓൾറെഡി ഒരു AC വരുന്നുണ്ട്. അപ്പൊ ഇവിടെ LED ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. AC ടൈപ്പ് LED. നമ്മുടെ പുതിയ ബോളോറോ പാസഞ്ചർ വണ്ടി ഉണ്ടല്ലോ, അതേ സെയിം സിറ്റുവേഷനിലാണ് വരുന്നത്. ലുക്ക് തന്നെ വേറെ സെയിം ലെവലിലാണ് വരുന്നത്. ഇതിനകത്ത് AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ആണ്. അതെ അതെ. അതൊക്കെ ഉള്ളൂ മാറ്റങ്ങൾ. AC, പവർ സ്റ്റിയറിംഗ് അതെ 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 എല്ലാം സെറ്റായിട്ടാണ് വരുന്നത്. അതെ അതെ, സെറ്റായിട്ടാണ് വരുന്നത്. ഇതിനിപ്പോ നമുക്ക് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ. ഇനി ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരുന്നിട്ട് ഒന്ന് കാര്യങ്ങൾ നമുക്ക് ഓടിച്ചു. അതെ അതെ. ഓക്കെ ഓക്കെ. നമ്മള് ഫസ്റ്റ് കിടക്കുവാണെങ്കിൽ നമ്മൾ സീറ്റിംഗ് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിനകത്ത് സെയിം ആണ്. അത് കാര്യം എങ്ങനെ വേണം നമുക്ക് അവിടെ ഫ്രണ്ടിലോട്ട് കയറി എന്നാലും നമുക്കൊരു സീറ്റിംഗ് ഒരു കംഫർട്ടാണ്, ഇരിക്കാൻ സൂപ്പറാണ്. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കാം. പിന്നെ സ്റ്റിയറിംഗിലോട്ട് വരികയാണെങ്കിൽ പഴയ പിക്കപ്പിനേക്കാൾ സ്റ്റിയറിംഗിന്റെ ഒരു സ്റ്റൈൽ തന്നെ ഒരു മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പീഡോമീറ്ററിന്റെ സെയിം സിസ്റ്റം ആണത്. ഇത് നമ്മള് സ്പീഡിൽ ഇപ്പോൾ ഒരു 80 മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് വരും. സൗണ്ട് വരുമ്പോ അതിപ്പോ ആ സൗണ്ട് വരുന്ന സമയത്ത് തന്നെ ഓൺ റിപ്പോർട്ട് ആയിട്ട് വരെ
RDO ഓഫീസിൽ റിപ്പോർട്ട് ചെല്ലും, ഡയറക്റ്റ് ആയിട്ട് ചെല്ലും. പിന്നെ ബേസിക്കലി സ്പീഡോമീറ്റർ ഒക്കെ വരുവാണെങ്കിൽ പഴയതിനേക്കാളും മാറ്റമുണ്ട്. കാരണം നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേന് തന്നെ മാറ്റങ്ങളും കാര്യങ്ങളുണ്ട്. കാരണം നേരത്തെ പിക്കപ്പ് ആണെങ്കിൽ മീറ്റർ ആണെന്ന്, ഇപ്പൊ അത് സെൻസറബിൾ ആണ്, ഓരോ കട്ടകളായിട്ടാണ് അത് വരുന്നത് ബേസിക്കലി. പിന്നെ ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ചടയെന്ന് പറഞ്ഞ് ചാവി ഓൺ ചെയ്യുമ്പോഴത്തേന് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഇത് സെൻസറാണ്. ഒരു 5 സെക്കൻഡ് ഒരു 6 സെക്കൻഡ് ഒരു സൗണ്ട് പോലെ നമുക്ക് കേൾക്കാറുണ്ട്. അത് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. യെസ്, ആ സൗണ്ട് നിന്നതിന് ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. പക്കാ സൗണ്ടാണ്, ഒരു സൈലന്റ് ആയിട്ടുള്ള സൗണ്ടാണ് നമ്മുടെ ബൊലേറോ പിക്കപ്പിന്റെ. അതെ. പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ സെയിം തന്നെയാണ്, പിക്കപ്പിന്റെ സെയിം ഇവിടെ തന്നെ. ഹാൻഡ് ബ്രേക്ക് ഇവിടെ തന്നെയാണ്. അതെ തന്നെ, ഹാൻഡ് ബ്രേക്ക് ഇവിടെ തന്നെയാണ്. സൈഡിലുണ്ട് എഴുതിയിട്ടുണ്ട് ബൊലേറോ പിക്കപ്പ്. അതെ അതെ 1.7. അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബാക്കിലോട്ട് ചാർജിംഗ് പോർട്ട് ഉണ്ട്. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഇവിടെ എല്ലാം ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ കമ്പനി സെറ്റ് വെച്ച് വരുന്നില്ല, നമ്മൾ വെക്കണം. അതിനകത്ത് സെറ്റ് അങ്ങോട്ട് വെക്കണം. പിന്നെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുള്ളവരാണ്, അപ്പൊ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഫോണിലൂടെ വെക്കാനുള്ള സ്പേസും ക്യാമറ ഇവിടെ അടുത്ത് പിടിക്കാൻ സ്പേസും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് ഉള്ളിലോട്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ ഈ സ്പേസ് ഒക്കെ അടിപൊളിയാണ്. ഫോണൊക്കെ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയോട്ടും സ്പേസ് ഉണ്ട്, ഇവിടെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. അതെ അതെ. പിന്നെന്താ, ഒന്ന് പൗസ് ചെയ്യോ. അപ്പൊ നമ്മള് ഫ്രണ്ടിലെ ഏകദേശം ഒക്കെ എന്നാൽ കഴിയുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബേസിക്കലി ഇപ്പൊ ബൊളോറോ പിക്കപ്പ് FB എന്ന് പറഞ്ഞാണ് വണ്ടിയുടെ മോഡൽ. പിന്നെ അതിന്റെ 10 എന്ന് പറയുന്നത് 1.7T ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1700 10 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ബേസിക്കലി സൈഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങോട്ട് ബേസിക്കലി ആണെങ്കിൽ വേറെ റിഫ്ലക്റ്റീവ് സംഭവങ്ങളൊക്കെ സ്റ്റിക്കറും കാലെല്ലാം ഔട്ട് ചെയ്യാം. പക്ഷെ ഇത് കമ്പനി ബേസിക്കലി ഇപ്പൊ ഇറങ്ങിയ മോഡൽ നമ്മൾ വെച്ചിരിക്കണം. ഒന്നും നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ബേസിക്കലി ഇങ്ങോട്ട് അതെ അതെ. അപ്പം അവസ്ഥയായി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന പോലെ നമ്മുടെ ബോണറ്റ് കമ്മിയാക്കിയിട്ട് ബാക്കിലോട്ട് അവരിത് ലെങ്ത് ആയിട്ട് നല്ല കൂട്ടിയിട്ടുണ്ട്, നല്ല നീളം വരുന്നുണ്ട്. അതാണ്. അപ്പൊ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നേരെ സെൻസർ വരുന്നത് ഇതാണ് ഡീസലിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ നോർമലി ഓക്കെ, ഡീസലിന്റെ ടാങ്ക് എന്ന് പറഞ്ഞ ഒരു ഏകദേശം എനിക്കൊരു കണക്ക് വലുതായിട്ട് എനിക്കറിയില്ല, എന്നാലും ഒരു 15 ലിറ്റർ സംതിങ് ഒക്കെ വരും, ഏകദേശം ഒക്കെ അങ്ങനെ വരും. അത് ഉണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുവാണെങ്കിൽ പിന്നെ എല്ലാ പിക്കപ്പിലും ചേഞ്ച് വരുന്ന പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വളരെ വീതി കമ്മിയായിരിക്കും പഴയ മോഡലിനുള്ള പിക്കപ്പിന്. ഇവിടെ ഇച്ചിരി വീതിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വീതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രേക്ക് ആയാലും റിവേഴ്സ് ലൈറ്റ് ആയാലും പാർക്കിംഗ് ആയാലും എല്ലാം അതേപോലെ ഉണ്ട്. പിന്നെ ഇതിന്റെ സെൻസർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണ് സെൻസർ. റിവേഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ സെൻസർ വരുന്നുണ്ട് ഓൾറെഡി. സെൻസർ വരുന്നത് പറഞ്ഞാൽ ഈ സൈഡിലോട്ടാണ് സെൻസർ വരുന്നത്. ഒരു സ്റ്റെപ്പിന് ഈ സൈഡിലോട്ടാണ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിലോട്ട് വേണ്ട ഈ ലെങ്ത് പോയിട്ടുണ്ട്. ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. വേണ്ട ഇതൊരു സെൻസറാണ്. നമ്മൾ അതായത് റിവേഴ്സ് എടുക്കുന്ന സമയത്തുള്ള സെൻസർ അടിക്കാറ്. നമ്മൾ അവിടെ റിവേഴ്സ് ഇപ്പൊ എവിടെയെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസറും കാര്യങ്ങളൊക്കെ പക്ക എപ്പോഴും വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഇപ്പം പഴയ പിക്കപ്പിനും പുതിയ പിക്കപ്പിനും വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫ്രണ്ട് ബോണറ്റ് കുറച്ച് ബാക്കിലോട്ട് ലെങ്ത് ആയിട്ട് വെച്ചിട്ടുണ്ട് കമ്പനി പുതിയ മോഡൽ. നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കിയാൽ പിന്നെന്താ ധൈര്യമായിട്ടാണോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാവി ഓൺ ആക്കണം. ഒരു 6-7 സെക്കൻഡ് മാക്സിമം സെൻസർ ആണ്. യെസ്, വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. യെസ് യെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അല്ലേ. യെസ്, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ സൈഡ് ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് എടുത്ത് കിട്ടും. ഫസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം, നമ്മുടെ കാറിന്റെ ആയാലും പഴയ പിക്കപ്പിന്റെ ആയാലും എല്ലാത്തിനും സെയിം തന്നെയാണ്. ഇതിനകത്തോട് വരുവാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം നമ്മൾ പഴയ മോഡൽ തന്നെ. 5 വണ്ടിയാണ്, പഴയ നമ്മളെ കാറിന്റെ സിസ്റ്റം തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗിയറിലാണ് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. നല്ല പവറൊക്കെ ഉണ്ടല്ലേ, പുള്ളിക്ക് ഉണ്ട്. അതെ അതെ അതെ. തേർഡ് ഗിയറിലോട്ടാണ്. നല്ല അത്യാവശ്യം നല്ല റോഡല്ലേ.
അതെ അതെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് ഇവിടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ മീറ്ററിലോട്ട് വന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് 70 മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ തുടങ്ങും ഇവിടെ. ഓട്ടോമാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് നേരെ ഡയറക്റ്റ് ആയിട്ട് RT ഓഫീസ് റിപ്പോർട്ട് ആവും. ഓൾറെഡി റിപ്പോർട്ട് ചെയ്യും കറക്റ്റ് ആയിട്ട്. കാരണം അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇപ്പൊ സർക്കാരൊക്കെ പുതിയ നിയമങ്ങളുമായിട്ടൊക്കെ വന്നത്. നമ്മൾ അധികവും എന്താ പറയാ പ്രശ്നപരമായ മുന്നോട്ടമല്ല, എന്നാലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പുകളൊക്കെ മാക്സിമം ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇത്രയും നേരം കുറച്ച് അറിവുകൾ പറഞ്ഞു തന്നതിന് ഷംനാദ് ഷാജിക്ക് ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഓട്ടോ ഉണ്ടെങ്കിൽ പോകുമല്ലോ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാല്? തീർച്ചയായിട്ടും നമ്മൾ പോകും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കസ്റ്റമറെ വിളിക്കുമ്പോ റേറ്റ് കുറച്ച് ഓടാൻ നോക്കുക. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മുടെ വണ്ടി പേരുകൾ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എന്തോ പേര് HSR എന്നാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്.